ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു അടിപൊളി ടീ കേക്കും ഒരു ടീ റസ്ക്കുമാണ് കാണുന്നത്. അപ്പോൾ ആ കേക്ക് കൊണ്ട് തന്നെ നമ്മൾ റസ്ക് ഉണ്ടാക്കുന്നതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം ഞാനൊരു സ്റ്റാൻഡ് മിക്സർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 200 ഗ്രാംസ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ടൈമിൽ നിങ്ങൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ. ഒരു 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തോളൂ. ഇപ്പം ഞാൻ 200 ഗ്രാംസ് ബട്ടർ പിന്നെ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ മെഷർമെൻറ്റ് 200 ഗ്രാംസ് ഷുഗർ എടുക്കുക. ഇപ്പം ഞാൻ ഷുഗറൊന്നും പൗഡറൊന്നും ആക്കിയിട്ടില്ല, ഷുഗർ അതേപോലെ തന്നെയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിപ്പം 6 എഗ്സാണ് എടുത്തേക്കുന്നത്. മെഷർമെൻറ്റ് എല്ലാവരും ശ്രദ്ധിച്ച് ഇടണേ. ഇപ്പം ഞാൻ അത് 6 മുട്ടയും പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെനില എസൻസ് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂൺ എസൻസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ 200 ഗ്രാംസ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു 2 വട്ടമെങ്കിലും ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണേ. ഇനിയിപ്പം നമ്മൾ എഗ്ഗിലോട്ട് കുറച്ച് ഞാൻ യെല്ലോ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളർ അല്ലെങ്കിലും നമ്മൾ മഞ്ഞൾപ്പൊടി ആയാലും ഇട്ട് കൊടുത്താൽ മതി, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇപ്പം നമ്മുടെ ബട്ടറും ഷുഗറും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് 6 മുട്ടയും ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അല്ലാതെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. 6 മുട്ടയും ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു. അത് പിന്നെയും ബീറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ നല്ലോണം അത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഉള്ള മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി എന്നിട്ട് സ്ലോയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കാരണം ഈ റസ്കിലൊക്കെ ടൂട്ടി ഫ്രൂട്ടി ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടത്. ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ ടൂട്ടി ഫ്രൂട്ടി ഇടുകയാണെങ്കിൽ ഇച്ചിരി മൈദയിൽ കോട്ട് ചെയ്തിട്ട് ഇടണേ. ഇപ്പം നമ്മുടെ മിക്സ് എല്ലാം റെഡിയായി. ഞാൻ കേക്ക് ടീനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് ടീനിലേ ഇടാവുള്ളൂ. ഒരു ബട്ടർ പേപ്പർ ഇട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പം ഞാനൊരു 160 ഡിഗ്രിയിൽ പിന്നെ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. കണ്ട് നല്ലതായിട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നിങ്ങൾ ഓവൻ ഓഫ് ചെയ്യേണ്ട, നമ്മൾ തിരിച്ചും ഓവനിൽ വെക്കാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു റസ്കിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇത്രയും നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം നോക്കിയാൽ നല്ല സോഫ്റ്റാണ് കേക്ക്. പൊട്ടിയൊന്നും പോവില്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കും. പക്ഷെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേക്കിന്. ഇപ്പം നമ്മുടെ കേക്കിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് റസ്കിൻ്റെ സൈസിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളേ. കൊച്ചുമോൻ അടുത്ത് നിൽപ്പുണ്ട് കേക്ക് വാങ്ങിക്കാനായിട്ട്, ആ സൈഡ് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്ലൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കണ്ട കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിനൊന്നും ആകില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. ഇനി നമ്മൾ ഒരു ട്രേയിലോട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് ഇതുപോലെ കേക്കെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ നേരം ഒരു 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്താൽ മതി. ഒരു ഭാഗം ബ്രൗൺ കളറാകുമ്പം അത് നമ്മൾ വെളിയിലെടുത്തിട്ട് തിരിച്ചു വെക്കണം. നമ്മൾ ആ കേക്ക് തിരിച്ചു വെച്ച് കൊടുക്കണം. ഇപ്പം നോക്കി, ഞാൻ ഒരു പീസ് എടുത്തിട്ടില്ല കേട്ടോ, കേക്കായിട്ട് തന്നെ വെച്ചേക്കുവാണ്. ഇവിടെ മക്കൾ കിടന്ന് ബഹളമായിരുന്നു, എല്ലാം എടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പം നോക്കി, നമ്മൾ ഒരു ഭാഗം ബ്രൗൺ ആയപ്പോൾ ഞാനത് തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. കാരണം ടെമ്പറേച്ചർ കൂടുതൽ വെക്കരുത്. കൂടുതൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ബേക്ക് ആവത്തുമില്ല. അപ്പം നമ്മൾ ഒരു 150 ഡിഗ്രിയിൽ സ്ലോയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നോക്കിയാൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും റെഡി, കേക്ക് റസ്കും റെഡി. നല്ല ക്രിസ്പി ആയിട്ടുള്ള റസ്കുമാണ്.
നല്ല അടിപൊളി കേക്കുമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. കണ്ടല്ലോ, ആ കേക്ക് റസ്ക് നോക്കി നല്ലതായിട്ട് ബേക്കായിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എല്ലാവരും ശ്രദ്ധിക്കണേ, എന്നാലേ നിങ്ങൾക്ക് നല്ലോണം അത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ, കേക്ക് കണ്ടോ, നല്ല സ്ലൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയാം. പിന്നെ അടുത്ത പുതിയൊരു റെസിപ്പിയിൽ നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും ബൈ കേട്ടോ. ബൈ ഫ്രണ്ട്സ്.